ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 25 പര്യായ പദങ്ങളാണ് കേട്ടോ. അപ്പോൾ SCERT നിന്നൊക്കെ സെലക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരു കാര്യം കൂടെ, നമ്മൾ ഈ മലയാളം പഠിപ്പിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും എക്സാമിന് മാർക്ക് കിട്ടുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് കേട്ടോ. അല്ലാണ്ട് ടിപ്പിക്കൽ മലയാളം ക്ലാസ് അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ വാക്ക് കരിമ്പ്. കരിമ്പിൻ്റെ പര്യായങ്ങൾ എന്തൊക്കെയാണ്? ഇക്ഷു, രസാളം, സുകുമാരകം. കരിമ്പിൻ്റെ പര്യായങ്ങൾ എന്തൊക്കെയാണ്? ഇക്ഷു, രസാളം, സുകുമാരകം. ഓക്കെ, ഇനി എങ്ങനെ കണക്ട് ചെയ്യുന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കരിമ്പ് എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, ഈ കരിമ്പൊക്കെ കടിച്ച് കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പണിയല്ലേ അല്ലേ? നമ്മൾ ഇക്ഷ വരയ്ക്കും എന്ന് ആലോചിക്കുക കേട്ടോ. കരിമ്പ് കടിച്ച് കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇക്ഷ വരയ്ക്കും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക. അപ്പോൾ ഇക്ഷു നമുക്ക് കിട്ടി കേട്ടോ. ഇക്ഷ വരയ്ക്കുമെങ്കിൽ നല്ല രസമാണല്ലേ, കരിമ്പ് ജ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല രസമാണ്. അപ്പോൾ നമുക്ക് രസാളം കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കരിമ്പ്, ഇക്ഷു, രസാളം, അതുപോലെ തന്നെ സുകുമാരകം. അപ്പോൾ ഉണ്ടല്ലോ, ഈ കരിമ്പൊക്കെ കഴിക്കാൻ പറ്റുന്നത് കുമാരന്മാർക്കൊക്കെയാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. കാരണം വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ കരിമ്പ് കഴിച്ച് കഴിഞ്ഞാൽ പല്ലൊക്കെ പോരും. അങ്ങനെ കുമാരന്മാരാണ് കരിമ്പ് കഴിക്കണേ എന്നുള്ള രീതിയിൽ നമുക്ക് സുകുമാരകം എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. സുകുമാരകം, ഓക്കെ, കുമാരൻ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കരിമ്പിൻ്റെ പര്യായങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവന്ന ഇക്ഷു, രസാളം, സുകുമാരകം. അടുത്ത് നോക്കാം, കരച്ചിൽ. കരച്ചിലിൻ്റെ പര്യായ പദങ്ങൾ വിലാപം, രോദനം, രുദിതം, ക്രന്ദനം. എന്തൊക്കെയാണ്? വിലാപം, രോദനം, രുദിതം, ക്രന്ദനം. ഓക്കെ, അപ്പോൾ വിലാപം, രോദനമൊക്കെ നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും അല്ലേ? കരച്ചിൽ, വിലാപം, രോദനം. രോദനത്തിൻ്റെ ഒപ്പം തന്നെ രായും ദായുമുള്ള രുദിതം കൂടെ ഓർത്ത് വയ്ക്കുക. വിലാപം, രോദനം, രുദിതം. പിന്നെയുള്ള ക്രന്ദനമാണ്. ക്രന്ദനം എനിക്ക് തോന്നുന്നു പലർക്കും അറിയില്ലായിരിക്കും. ക്രന്ദനം എന്ന് പറയുമ്പോൾ നമ്മളെങ്ങനെ ആലോചിക്കണമെന്ന് അറിയാമോ? ഈ നന്ദനം സിനിമ എന്ന് ആലോചിക്കുക. നന്ദന സിനിമയിൽ നവ്യ നായർ ഭയങ്കര കരച്ചിലല്ലേ? അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ക്രന്ദനം, നന്ദനം ആലോചിക്കുക, കരച്ചിൽ. അല്ലെങ്കിൽ വേണമെങ്കിൽ ക്രന്ദനം എന്ന് പറയുമ്പോൾ ക്രൈ എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കാം. ഓക്കെ, കരച്ചിലുമായിട്ട്. അപ്പോൾ കരച്ചിലിൻ്റെ പര്യായ പദങ്ങൾ എന്തൊക്കെയാണ്? വിലാപം, രോദനം, രുദിതം, ക്രന്ദനം. കിട്ടിയോ? അടുത്ത് നോക്കാം. അടുത്ത് കാലാണ്. കാലിൻ്റെ പര്യായ പദങ്ങൾ അംഗ്രി, ചരണം, പാദം. എന്തൊക്കെയാണ്? അംഗ്രി, ചരണം, പാദം. നമുക്ക് ദേഷ്യമൊക്കെ വരുമ്പോണ്ടല്ലോ, നമ്മൾ ഈ കാലൊക്കെ ഇട്ട് ഇങ്ങനെ ചവിട്ടും എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. നമുക്ക് ദേഷ്യം വരുമ്പോൾ, ദേഷ്യം ഞാൻ ഉദ്ദേശിച്ച് ആംഗ്രി വരുമ്പോൾ കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് അംഗ്രി പറയാമല്ലോ അല്ലേ? അപ്പോൾ കാല്, അംഗ്രി. പിന്നെ ചരണം. ചരണം എന്ന് പറയുമ്പോൾ കാലിൽ ചരലായിന്നോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കണക്ട് ചെയ്യുക. ചരണം കേട്ടോ, ചരണം. പിന്നെ പാദം. പാദം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ കാലെന്തൊക്കെയാണ്? കാലിൻ്റെ പര്യായ പദങ്ങൾ അംഗ്രി, ചരണം, പാദം. ഓക്കെ, അപ്പോൾ കരിമ്പ്, ഇക്ഷു, രസാളം, സുകുമാരകം. കരച്ചിൽ, വിലാപം, രോദനം, രുദിതം, ക്രന്ദനം. കാല്, അംഗ്രി, ചരണം, പാദം. അടുത്ത് നോക്കാം, കാടാണ്. കാടിൻ്റെ പര്യായ പദങ്ങൾ ആരണ്യം, അടവി, കാനനം, വിപിനം, കാന്താരം. എന്തൊക്കെയാണ്? ആരണ്യം, അടവി, കാനനം, വിപിനം, കാന്താരം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിലത്തെ മിക്ക വാക്കുകളും നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്ന വാക്കുകളാണ് അല്ലേ? കാട്, ആരണ്യം, അടവി, കാനനം, വിപിനം. പിന്നെ കാന്താരം വന്നിട്ടുണ്ട്. കാന്താരം നമ്മുടെ കാന്താര സിനിമയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാമല്ലോ. കാടായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്തൂടെ? അപ്പോൾ അത് കിട്ടിയില്ലേ? കാന്താരം, കാട് കേട്ടോ. ഇനി അടുത്ത വാക്ക് ചിറകാണ്. ചിറക് ഇമ്പോർട്ടൻ്റ് ആണ്. ചിറകിൻ്റെ പര്യായ പദങ്ങൾ പക്ഷം, പത്രം, പദത്രം. എന്തൊക്കെയാണ്? പക്ഷം, പത്രം, പദത്രം. ചിറക് കേട്ടോ. അപ്പോൾ പക്ഷം എന്ന് പറയുമ്പോൾ പക്ഷിയുടെ ചിറകായിട്ടൊക്കെ കണക്ട് ചെയ്യാമല്ലോ അല്ലേ? പക്ഷം, പക്ഷിയുടെ ചിറക്, പക്ഷം. ഓക്കെ, പിന്നെ പത്രം. പത്രം ആലോചിക്കാനുണ്ടല്ലോ, നമ്മുടെ പത്രക്കാരൻ പത്രം എറിയുന്ന സമയത്ത് ഇങ്ങനെ പറന്നല്ലേ വരുന്നത്, ചിറകുള്ള പോലെ പറന്നാണ് വരുന്നത് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. പത്രത്തിന് ചിറകുള്ള പോലെ പറന്ന് വരിക. അപ്പോൾ പത്രം കിട്ടി. അതുപോലെ തന്നെ പദത്രം. ഓക്കെ, അപ്പോൾ ചിറക്, പക്ഷം, പക്ഷീനെ ആലോചിക്കാം, പക്ഷം കിട്ടും. പിന്നെ പത്രം, പത്രത്തിന് ചിറകുള്ള പോലെ ഇങ്ങനെ പറന്ന് വരും, പദത്രം. അപ്പോൾ നമ്മൾ 5 എണ്ണം പഠിച്ചേ. അടുത്ത് നോക്കാം, നൂലാണ്. നൂലിൻ്റെ പര്യായ പദങ്ങൾ തന്തു, സൂത്രം. എന്തൊക്കെയാണ് നൂലിൻ്റെ പര്യായ പദങ്ങൾ? തന്തു, സൂത്രം. ഓക്കെ, അപ്പോൾ നൂല് വെച്ചിട്ടൊക്കെ നമ്മളൊരു സൂത്രം കാണിക്കാമെന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അപ്പോൾ സൂത്രം നമുക്ക് എന്തായാലും അവിടെ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ തന്തു എന്ന് പറയുമ്പോണ്ടല്ലോ, ഞാൻ ഓർത്ത് വെച്ചേക്കണത് തന്തൂരി ചിക്കനാണ് കേട്ടോ. തന്തൂരി ചിക്കൻ എന്ന് പറയുമ്പോൾ ഫുൾ ചിക്കൻ അല്ലേ? അതിനിങ്ങനെ പ്ലേറ്റിൽ വയ്ക്കുന്ന സമയത്ത് അതിൻ്റെ തലയൊക്കെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ നിൽക്കണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു നൂലൊക്കെ വെച്ച് ഇങ്ങനെ കെട്ടി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിർത്തിയേക്കാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നൂല് തന്തൂരി ചിക്കനായിട്ടൊന്ന് കണക്ട് ചെയ്യാമല്ലോ അല്ലേ? അതിൻ്റെ തലയൊക്കെ ഇങ്ങനെ നേരെ കെട്ടി നൂലൊക്കെ വെച്ച് കെട്ടി വെച്ചേക്കാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. അപ്പോൾ നൂല്, തന്തു, സൂത്രം. കിട്ടുന്നുണ്ടോ? ഓക്കെ, ഇനി അടുത്ത് നോക്കാം, പാലാണ്. പാലിൻ്റെ പര്യായ പദങ്ങൾ പയസ്, ക്ഷീരം, ദുഗ്ധം. എന്തൊക്കെയാണ്? പാല്, പയസ്, ക്ഷീരം, ദുഗ്ധമാണ് കേട്ടോ. അപ്പോൾ പാല് നമ്മൾ ഏത് വയസ്സായാലും പാല് കുടിക്കുന്ന കുട്ടികളുണ്ടാവും അല്ലേ? എത്ര വയസ്സായാലും പാലൊക്കെ കുടിക്കുന്ന കുട്ടികളുണ്ടാവും. പിന്നെ ക്ഷീരം,
ക്ഷീരം നിങ്ങൾക്ക് അറിയായിരിക്കും, അതിന് പ്രത്യേകിച്ച് കൂടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പയസ് ക്ഷീരം കിട്ടി. പിന്നെ ദുഗ്ധമാണ്, അത് നമുക്ക് ഈ പാലൊക്കെ വീണ് കഴിഞ്ഞാലുണ്ടല്ലോ കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു ദുർഗന്ധം പോലെയൊക്കെ വരില്ലേ, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം, ദുഗ്ധം. ഓക്കെ, അപ്പോൾ പാല്, പയസ്, ക്ഷീരം, ദുഗ്ധം. ചിറക് എന്തായിരുന്നു ആലോചിച്ച് നോക്കിയേ, പക്ഷം, പത്രം, പതത്രം, നൂല്, തന്തു, സൂത്രം അല്ലേ. പാല്, പയസ്, ക്ഷീരം, ദുഗ്ധം. അടുത്ത കിണറാണ്. കിണറിൻ്റെ പര്യായ പദങ്ങൾ കൂപം, കൂപകം, ഉദപാനം. ഇതൊക്കെയാണ് കൂപം, കൂപകം, ഉദപാനം. ഓക്കെ, അപ്പോൾ കൂപം എന്ന് പറയുമ്പോണ്ടല്ലോ നമുക്ക് ഈ കൂപമണ്ടൂകം എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലേ, നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലല്ലേ കൂപമണ്ടൂകം അല്ലേ. അപ്പോൾ കിണറ്റിലെ തവള എന്നുള്ള രീതിയിൽ മണ്ടൂകം എന്ന് പറഞ്ഞാൽ തവള അല്ലേ. അപ്പോൾ കൂപം എന്ന് പറഞ്ഞാൽ കിണറാണ്. അപ്പോൾ കൂപം എന്ന് പറയുന്ന പോലെ തന്നെ കൂപകം കേട്ടോ. അപ്പോൾ കൂപം, കൂപകം. പിന്നെ ഉദപാനമാണ്. അപ്പോൾ നമ്മൾ കിണറ്റിൽ നിന്നൊക്കെ അല്ലേ വെള്ളം കുടിക്കുന്നത്, പാനം ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാമല്ലോ അല്ലേ. അപ്പോൾ ഉദപാനം. അപ്പോൾ കിണർ, കൂപം, കൂപകം, ഉദപാനം. അടുത്ത് നോക്കാം കയറാണ്. കയറിൻ്റെ പര്യായ പദങ്ങൾ പാശം, രജ്ജു, ഗുണം. എന്തൊക്കെയാണ്? പാശം, രജ്ജു, ഗുണമാണ്. അപ്പോൾ കയറ് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഗുണം അവിടെ ആലോചിക്കാൻ പറ്റും. പിന്നെ പാശമാണ്. പാശം എന്ന് പറയുമ്പോൾ നമുക്ക് പശുവിനെ കയറ് വെച്ചിട്ടാണ് കെട്ടണേ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാമല്ലോ അല്ലേ. അപ്പോൾ പാശം കേട്ടോ, പശുവിനെ ആലോചിക്കുക, പശുവും കയറൊക്കെ ആയിട്ടൊന്ന് ആലോചിക്കാം. അപ്പോൾ പാശം. പിന്നെ രജ്ജു ആണ്. രജ്ജുവിന് എനിക്ക് പ്രത്യേകിച്ച് വലിയ കോഡൊന്നും കിട്ടിയില്ല, എന്നാലും ഞാൻ ഓർത്ത് വെച്ചേക്കണത് അതിനകത്ത് 2 ജായില്ലേ, ആ ജാ തമ്മിൽ ഒരു കയറ് വെച്ചിട്ട് കെട്ടിയേക്കാണെന്നുള്ള രീതിയിലാണ് ഓർത്ത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ രജ്ജു. ഓക്കെ, കയറ്. അപ്പോൾ കയറ്, പാശം, രജ്ജു, ഗുണം. ഓർത്ത് വയ്ക്കണേ. അടുത്ത് നോക്കാം അരിയാണ്. അരിയുടെ പര്യായ പദങ്ങൾ അക്ഷതം, തണ്ടൂലം. ഇതൊക്കെയാണ് അക്ഷതം, തണ്ടൂലം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ക്ഷതമൊക്കെ പറ്റിക്കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ പറയില്ലേ അരിയൊക്കെ കഴിച്ച് ചോറൊക്കെ കഴിച്ച് ബോഡിയൊക്കെ നന്നാക്കണം, ക്ഷതമൊക്കെ വന്നു കഴിഞ്ഞാൽ, ചതവും ക്ഷതമൊക്കെ വന്നു കഴിഞ്ഞാൽ അരിയൊക്കെ കഴിച്ച് ബോഡിയൊക്കെ നന്നാക്കണം എന്നുള്ള രീതിയിൽ നമുക്ക് അക്ഷതം ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അരി, അക്ഷതം. അതേപോലെ തന്നെ അരിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ, ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നല്ല തണ്ടും തടിയൊക്കെ വരുമെന്ന് പറയില്ലേ, അങ്ങനെ നമുക്ക് തണ്ട് എന്നുള്ള രീതിയിൽ തണ്ടൂലം ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അരി, അക്ഷതം, തണ്ടൂലം. അരി, അക്ഷതം, തണ്ടൂലം. അപ്പോൾ നൂലെന്തായിരുന്നു? നൂല്, തന്തു, സൂത്രം. പാല്, പയസ്, ക്ഷീരം, ദുഗ്ധം. പിന്നെ കിണർ, കൂപം, കൂപകം, ഉദപാനം. കയറ്, പാശം, രജ്ജു, ഗുണം. അരി, അക്ഷതം, തണ്ടൂലം. അടുത്ത് നോക്കാം പാമ്പാണ്. പാമ്പിൻ്റെ പര്യായ പദങ്ങൾ എന്തൊക്കെയാണ്? അഹി, സർപ്പം, ഉരകം, ഫണി. എന്തൊക്കെയാണ്? അഹി, സർപ്പം, ഉരകം, ഫണി. ഓക്കെ, അപ്പോൾ പാമ്പ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാവുന്ന കുറച്ച് വാക്കുകളുണ്ടല്ലോ. സർപ്പം, ഉരകമൊക്കെ നമുക്കറിയാവുന്നതാണ്. സർപ്പം, ഉരകം, പാമ്പ്. പിന്നെ അഹി ആലോചിക്കാൻ വേണ്ടിയിട്ട് പാമ്പിനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ നെഹി എന്ന് പറയും അല്ലേ, നമുക്ക് വേണ്ട, നമുക്ക് പേടിയല്ലേ. അപ്പോൾ അഹി കേട്ടോ, നെഹി എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. പിന്നെ ഫണി. അടുത്ത് നമുക്ക് നോക്കാം വീണ. വീണയുടെ പര്യായ പദങ്ങൾ എന്തൊക്കെയാണ്? വിഭഞ്ചി, വിഭഞ്ചിക, വല്ലകി. നമുക്കറിയാവുന്ന വാക്കുകളായിരിക്കും പലതും അല്ലേ. വിഭഞ്ചി, വിഭഞ്ചിക, വല്ലകി എന്നൊക്കെ പറയുന്നത് വീണയുടെ പര്യായ പദങ്ങളാണ്. അപ്പം ഇനി അറിയാത്തവരുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ വഞ്ചിയുടെ ഷേപ്പിലൊക്കെയാണ് വീണ എന്നുള്ള രീതിയിലൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, വഞ്ചി പോലെ. അപ്പം അങ്ങനെ നമുക്ക് വീണ, വിഭഞ്ചി, വിഭഞ്ചിക, വിഭഞ്ചി പോലെ തന്നെ വിഭഞ്ചിക. പിന്നെ വല്ലകി. വല്ലകി എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ വല്ലകീയാണ് കേട്ടോ. അപ്പോൾ കാ വെച്ചിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കീ വെച്ചിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വീണയ്ക്ക് ഒരു കീ ഉണ്ടെന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കാം. വീണയൊക്കെ നമ്മൾ കീ വെച്ചിട്ട് പൂട്ടിയിട്ടൊക്കെയാണ് വന്നതെന്നുള്ള രീതിയിൽ വല്ലകിയാണ് കേട്ടോ വീണ. അപ്പോൾ വീണ എന്തൊക്കെയാണ്? വിഭഞ്ചി, വിഭഞ്ചിക, വല്ലകി. അടുത്ത് നോക്കാം നിലാവ്. നിലാവിൻ്റെ പര്യായ പദങ്ങൾ കൗമുദി, ജ്യോത്സ്ന, ചന്ദ്രിക. ഓക്കെ, അപ്പോൾ സുഗമാണി നിലാവ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പാടിയിട്ടുള്ള ജ്യോത്സ്നയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ജ്യോത്സ്ന ആലോചിക്കാം. പിന്നെ ചന്ദ്രിക നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ചന്ദ്രിക, കൗമുദിയൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ. അപ്പോൾ നിലാവ്, കൗമുദി, ജ്യോത്സ്ന, ചന്ദ്രിക. ഓക്കെ, അടുത്ത് നോക്കാം പന്നി. പന്നിയുടെ പര്യായ പദങ്ങൾ എന്തൊക്കെയാണ്? വരാഹം, വരാഹം, സൂകരം, കോലം, ദംഷ്ട്രി. എന്തൊക്കെയാണ്? വരാഹം, സൂകരം, കോലം, ദംഷ്ട്രി. വരാഹവും സൂകരവും നിങ്ങൾക്ക് അറിയായിരിക്കും. ഓക്കെ, വരാഹം. പിന്നെ സൂകരം, സുകരമുണ്ട്, സൂകരമുണ്ട് കേട്ടോ. സൂകരം എന്ന് പറഞ്ഞാൽ എന്താ? പന്നി. നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നു, പന്നീനെ നമ്മൾ സൂലാണ് കാണണേ എന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പോൾ സൂകരം, സുകരമല്ല സൂകരം എന്ന് പറഞ്ഞാൽ പന്നിയാണ്. സുകരം എന്ന് പറഞ്ഞാൽ എന്താ? എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് അല്ലേ, സുകരം. അപ്പോൾ കരം കൊണ്ട്, അതായത് കൈ കൊണ്ട് എളുപ്പത്തിൽ ചെയ്യാവുന്ന എന്നുള്ള രീതിയിലാണ് സുകരം. പിന്നെ കോലം, പന്നിയുടെ ഒക്കെ കോലം കണ്ടിട്ടില്ലേ അല്ലേ, ഇങ്ങനെ ചെടിയിലൊക്കെ ഇങ്ങനെ വന്നിട്ടുള്ളൊരു ജന്തുവല്ലേ പന്നി. അപ്പോൾ അങ്ങനെ നമുക്ക്
കോലം, പന്നിയുടെ കോലം എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. അടുത്തത് ദംഷ്ട്രയാണ്. ദംഷ്ട്രി എന്ന് പറയുമ്പോണ്ടല്ലോ പന്നിക്ക് ഈ ദംഷ്ട്രകൾ ഉണ്ടെന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ദംഷ്ട്ര പല്ലക്കിയില്ലേ, അപ്പോൾ ഇതേപോലെ ഈ ഫോട്ടോ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ പന്നിയുടെ എന്തൊക്കെയാണ് പര്യായ പദങ്ങൾ? വരാഹം, സൂകരം, കോലം, ദംഷ്ട്രി. ഓക്കെ, ഇനി അടുത്ത് നോക്കാം പൂമൊട്ട്. പൂമൊട്ടിൻ്റെ പര്യായ പദങ്ങൾ കലിക, മുകുളം, കോരകം. എന്തൊക്കെയാണ്? കലിക, മുകുളം, കോരകം. ഓക്കെ, അപ്പോൾ പൂമൊട്ട് എന്ന് പറയുമ്പോൾ പൂമൊട്ട് ഈ നമ്മുടെ കുളത്തിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ പൂമൊട്ട്, താമരമൊട്ടൊക്കെ നിൽക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് കുളം എന്നുള്ള രീതിയിൽ മുകുളം കേട്ടോ. കുളത്തിൻ്റെ മുകളിൽ എന്നുള്ള രീതിയിൽ മുകുളം, പൂമൊട്ട്. പിന്നെ കുളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പൂമൊട്ട് നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ കോരിയെടുക്കണം അല്ലേ. അപ്പോൾ കോരകം എന്താണ്? പൂമൊട്ട്. അപ്പോൾ താമരയായിട്ട് മാറിപ്പോരുത് കേട്ടോ. ഇത് പൂമൊട്ടാണ്. പൂമൊട്ട് കുളത്തിൻ്റെ മുകളിൽ പൂമൊട്ട് എന്നുള്ള രീതിയിലൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കോരി എടുക്കാം. അപ്പോൾ മുകുളവും കോരകവും നമുക്ക് അവിടെ കണക്ട് ചെയ്യാം. പിന്നെ കലിക എന്ന് പറയുമ്പോണ്ടല്ലോ, നമുക്ക് ഈ കലിയൊക്കെ വരുമ്പോൾ, നമുക്ക് ഈ ദേഷ്യമൊക്കെ വരുമ്പോൾ നമ്മൾ പൂമൊട്ടൊക്കെ ഇങ്ങനെ ചീത്തയാക്കി കളയില്ലേ. അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാം. കലിക കേട്ടോ. കലിക, പൂമൊട്ട്, കലിക, മുകുളം, കോരകം. അടുത്ത് നോക്കാം മാന്ത്രികൻ്റെ പര്യായ പദങ്ങൾ എന്തൊക്കെയാണ്? ഇന്ദ്രജാലക്കാരൻ, ജാലവിദ്യക്കാരൻ, ഐന്ദ്രജാലികൻ, പ്രതിഹാരികൻ, മായക്കാരൻ. ഇതിൽ നമുക്ക് മിക്കതും അറിയായിരിക്കും അല്ലേ. ഇന്ദ്രജാലക്കാരൻ, ഈ ജാലവിദ്യ എന്നൊക്കെ നമ്മൾ പറയില്ല. അതുപോലെ തന്നെ ഇന്ദ്രജാലക്കാരൻ, ജാലവിദ്യക്കാരൻ, പിന്നെ ഐന്ദ്രജാലികൻ, അവിടെയും ജാലം വരുന്നുണ്ടല്ലോ. അപ്പോൾ ഐന്ദ്രജാലികൻ, പിന്നെ മായക്കാരൻ, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെയുള്ളത് പ്രതിഹാരികൻ. ഈ പ്രതിഹാരികൻ നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടല്ലോ. ഈ മാന്ത്രികൻ, മെജീഷ്യൻ എന്നൊക്കെ പറയുമ്പോൾ വാദീനെ പ്രതിയാക്കും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. എല്ലാം ഇങ്ങനെ മാജിക് അല്ലേ. അപ്പോൾ അങ്ങനെ വാദീനെ മാറ്റിയിട്ട് പ്രതിയാക്കി എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. പ്രതിഹാരികൻ. ഓക്കെ, അത് മാന്ത്രികനാണ്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന വാക്കുകളാണ് കേട്ടോ. അടുത്ത് നോക്കാം എട്ടുകാലിയാണ്. എട്ടുകാലിയുടെ പര്യായ പദങ്ങൾ ചിലന്തി, ജാലികം, തന്തുവായം, ഊർണനാഭി. എന്തൊക്കെയാണ്? ചിലന്തി, ജാലികം, തന്തുവായം, ഊർണനാഭി. ഓക്കെ, കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടല്ലോ. എട്ടുകാലിയുടെ ചിലന്തി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ജാലികം എന്ന് പറയുമ്പോൾ മിക്കവാറും എട്ടുകാലിയൊക്കെ നമ്മുടെ ജനലയുടെ അവിടെയൊക്കെ ഉണ്ടാവില്ലേ. അങ്ങനെ നമുക്ക് ജാലികവുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ചിലന്തി, ജാലികം. പിന്നെ തന്തുവായം, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ തന്തു എന്ന് പറഞ്ഞാൽ എന്താ? നൂലാണ് അല്ലേ. അപ്പോൾ അങ്ങനെ എട്ടുകാലിയുടെ ആ ഒരു വല, നൂല് പോലെയൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്യാമല്ലോ. തന്തുവായം. ഓക്കെ, പിന്നെയുള്ളത് ഊർണനാഭി. അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓർത്ത് വെച്ചേക്കണത് ഈ വലയുടെ മുകളിൽ കൂടെയൊക്കെ ഇങ്ങനെ എട്ടുകാലി ഇങ്ങനെ ഊർന്ന് വരും എന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്തേക്കാം കേട്ടോ. ഊർന്ന് വരുന്ന ഒരു എട്ടുകാലി, അങ്ങനെ നമുക്ക് ഊർണനാഭിയായിട്ടൊന്ന് കണക്ട് ചെയ്യാം. ചിലന്തി, ജാലികം, തന്തുവായം, ഊർണനാഭി. ഓക്കെ, അതൊക്കെ എന്താണ്? എട്ടുകാലിയുടെ പര്യായ പദങ്ങൾ. അടുത്ത് നോക്കാം ശത്രുവാണ്. ശത്രുവിൻ്റെ പര്യായം എന്തൊക്കെയാണ്? രിപു, വൈരി, അരി. എന്തൊക്കെയാണ്? രിപു, വൈരി, അരിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഒരാൾ നമ്മുടെ ശത്രു ആവണം എപ്പോഴായിരിക്കും? നമ്മുടെ അരിയിൽ അയാൾ കല്ലിടുമ്പോഴായിരിക്കും അല്ലേ. അപ്പോഴല്ലേ നമ്മൾ അയാളെ ശത്രുവായിട്ട് കാണുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് അരിയായിട്ട് കണക്ട് ചെയ്യാമല്ലോ അല്ലേ, ഐരി. അതുപോലെ തന്നെ വൈരാഗ്യം, ശത്രുവിനോട് നമുക്ക് വൈരാഗ്യം ഉണ്ടാവും. അങ്ങനെ നമുക്ക് വൈരിയായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ വൈരി, അരി. അടുത്തത് രിപു ആണ്. രിപുവിന് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല കേട്ടോ. എന്നാലും ഞാൻ ഓർത്ത് വെച്ചേക്കണത് ഈ റിപ്പർ എന്നുള്ള രീതിയിൽ, റിപ്പർ ശത്രു എന്നുള്ള രീതിയിൽ രിപു റിപ്പറിനകത്തുള്ള രായും പായൊക്കെ എടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ശത്രുവായിട്ടൊന്ന് കണക്ട് ചെയ്തേക്കാണ്. അപ്പോൾ ശത്രു, രിപു, വൈരി, അരി. അടുത്ത് നോക്കാം ചന്ദനമാണ്. ചന്ദനത്തിൻ്റെ പര്യായ പദങ്ങൾ മാലേയം, ഗന്ധസാരം, മലയജം. എന്തൊക്കെയാണ്? മാലേയം, ഗന്ധസാരം, മലയജം. അപ്പോൾ ഒന്നല്ലെങ്കിൽ നമ്മൾ ഈ ചന്ദന മരങ്ങളൊക്കെ ഉണ്ടാകുന്ന എവിടെയാണ്? മലയുടെ മുകളിലായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് മലയായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാമല്ലോ. മലയജം. അതുപോലെ തന്നെ മല പോലെ തന്നെ മാലേയത്തിൻ്റെ ആ ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. മാലേയം, മലയജം. പിന്നെയുള്ളത് ഗന്ധസാരമാണ്. ഗന്ധസാരം നല്ലൊരു സുഗന്ധമല്ലേ ചന്ദനത്തിന്. അപ്പം അങ്ങനെ നമുക്ക് ഗന്ധസാരവുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ചന്ദനം, മാലേയം, മലയജം, ഗന്ധസാരം. അടുത്ത് നോക്കാം അളിയുടെ പര്യായ പദങ്ങൾ വണ്ട്, ഭ്രമരം, മധുപം. ഓക്കെ, അപ്പോൾ അളിഞ്ഞ സാധനങ്ങളിലൊക്കെയല്ലേ ഇങ്ങനെ വണ്ടൊക്കെ വന്നിരിക്കുക. അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അളി എന്ന് പറഞ്ഞാൽ വണ്ട്. ഭ്രമരമാണ്. ഭ്രമരം എന്ന് പറയുമ്പോൾ ഭ്രമരം ഫിലിമിലൊന്നും ഓർത്താൽ മതിയല്ലോ. ഭ്രമരം സിനിമേനകത്ത് ആ ഒരു വണ്ടിൻ്റെ ഒരു സൗണ്ട് വരുന്നില്ലേ. അപ്പോൾ അങ്ങനെ കേട്ടോ, ഭ്രമരം. പിന്നെ മധുപം എന്ന് പറഞ്ഞാൽ മധു എന്ന് പറഞ്ഞാൽ എന്താ? തേനാണ് അല്ലേ. മധു, മരന്തം, മകരന്തം, തേനാണ് വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ മധുപം എന്ന് പറഞ്ഞാലും അളിയാണ്. അപ്പോൾ വണ്ടൊക്കെ വന്നിട്ട് തേൻ നുകർന്ന് കഴിക്കും എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ മധു കേട്ടോ, മധുപം. അപ്പോൾ അളി, വണ്ട്, ഭ്രമരം, മധുപം. അടുത്ത് നോക്കാം കപാലം എന്ന് പറഞ്ഞാൽ തലയോട്, കർപ്പരം. എന്തൊക്കെയാണ്? കപാലം, തലയോട്, കർപ്പരം.
ഓക്കെ, അപ്പോൾ ഞാൻ ഓർത്ത് വെച്ചേക്കണുണ്ടല്ലോ, ഈ പാലൊക്കെ കിടക്കണ സമയത്ത് എന്തെങ്കിലും ആക്സിഡൻ്റ് ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കാറൊക്കെ വന്ന് ഇടിച്ച് ആക്സിഡൻ്റ് ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ തലയോട് പുറത്ത് വരും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്തേക്കാണ്. പാലം കേട്ടോ. പാലം എന്ന് കണക്ട് ചെയ്യാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപാലം അല്ലാണ്ട് കപോലം ഉണ്ട്. കപോലം എന്ന് പറഞ്ഞാൽ കവിൾത്തടമാണ് കേട്ടോ. കപോലം, കവിൾത്തടം, ഇത് കപാലം. അപ്പോൾ പാലം കടക്കുമ്പോൾ ആക്സിഡൻറ്റ് പറ്റിക്കഴിയുമ്പോൾ ഒരു കാറൊക്കെ വന്ന് ഇടിച്ച് കഴിഞ്ഞാൽ തലയോട് പുറത്ത് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ കാർ ഉദ്ദേശിക്കുന്നത് കർപ്പരമാണ്. കർപ്പരത്തിനകത്തുള്ള കാറായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ തലയോട്. ഓക്കെ, കപാലം, തലയോട്, കർപ്പരം. കപോലം എന്ന് പറഞ്ഞാൽ കവിൾത്തടമാണ്. അപ്പോൾ കവിൾത്തടം പോലെ എന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്യാമല്ലോ അല്ലേ. പോലം വരുമ്പോഴാണ് കവിൾത്തടം കേട്ടോ. കിട്ടിയോ? അടുത്ത് നോക്കാം. സ്ഥവിരൻ എന്ന് പറഞ്ഞാൽ വൃദ്ധൻ, വയസ്സൻ. എന്തൊക്കെയാണ്? സ്ഥവിരൻ എന്ന് പറഞ്ഞാൽ വൃദ്ധനും വയസ്സനൊക്കെ നമുക്കറിയാം അല്ലേ. സ്ഥവിരനായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വയസ്സായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരൊരു സ്ഥലത്തിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കില്ലേ, പിന്നെ അവിടെ നിന്ന് എണീക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കില്ലേ. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് എന്നുള്ള രീതിയിൽ സ്ഥവിരൻ കേട്ടോ. വൃദ്ധൻ, വയസ്സൻ. അടുത്ത് നോക്കാം. കൈതവം എന്ന് പറഞ്ഞാൽ എന്താ? കള്ളം, നുണ, വ്യാജമാണ് കേട്ടോ. എന്തൊക്കെയാണ്? കള്ളം, നുണ, വ്യാജം. എന്തിൻ്റെയാണ്? കൈതവം. അപ്പോൾ നമ്മൾ പറയില്ലേ, കള്ളം പറയുമ്പോൾ, കുട്ടികളൊക്കെ കള്ളം പറയുമ്പോൾ അമ്മമാരെന്ത് പറയും? കൈത്താ എന്ന് പറയും അല്ലേ, കൈത്താ. അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ കൈതവം അല്ലെങ്കിൽ കൈത്താ എന്ന് പറഞ്ഞിട്ട് തവ വെച്ചിട്ട് അടിക്കും എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം കേട്ടോ. വെറുതെ കണക്ഷൻ വേണ്ടി പറയുന്ന കേട്ടോ. അപ്പോൾ കൈതവം, ആ തവയായിട്ടാണ് ഞാൻ കണക്ട് ചെയ്തത്. കൈതവം എന്ന് പറഞ്ഞാൽ കള്ളം, നുണ, വ്യാജം. അടുത്ത് നോക്കാം. ഉറക്കത്തിൻ്റെ പര്യായ പദങ്ങൾ നിദ്ര, സുഷുപ്തി, സ്വാപം, ശയനം. അപ്പോൾ എന്തൊക്കെയാണ് ഉറക്കത്തിൻ്റെ പര്യായങ്ങൾ? നിദ്ര, സുഷുപ്തി, സ്വാപം. നമ്മൾ ഉറക്കത്തിലൊക്കെ സ്വപ്നം കാണില്ലേ, അങ്ങനെ വേണമെങ്കിൽ സ്വാപമായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. സ്വാപം. പിന്നെ ശയനം, സുഷുപ്തി, നല്ല തൃപ്തിയോടെ ഉറങ്ങി എന്നുള്ള രീതിയിൽ, തൃപ്തി എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ സുഷുപ്തിയായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിദ്ര, സുഷുപ്തി, സ്വാപം, ശയനം. എന്തിൻ്റെ പര്യായ പദങ്ങളാണ്? ഉറക്കം. അടുത്ത വാക്ക് കപാലം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണല്ലോ. അപ്പോൾ കപാലം എന്ന് പറഞ്ഞാൽ തലയോട്, കർപ്പരം. ഓക്കെ, അടുത്ത് നോക്കാം. കൂട്ടുകാരൻ്റെ പര്യായ പദങ്ങൾ എന്തൊക്കെയാണ്? ചങ്ങാതി, സതീർത്ഥ്യൻ, വയസ്യൻ. എന്തൊക്കെയാണ്? ചങ്ങാതി, സതീർത്ഥ്യൻ, വയസ്യനാണ് കേട്ടോ കൂട്ടുകാരൻ. അപ്പോൾ കൂട്ടുകാരൻ, ചങ്ങാതി നമുക്കറിയാം അല്ലേ. അതുപോലെ തന്നെ നമുക്കൊരു വയസ്സായിട്ടുള്ള ഒരു കൂട്ടുകാരാണെന്ന് ആലോചിക്കട്ടെ. അപ്പോൾ നമുക്ക് വയസ്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. വയസ്യനാണ്. പിന്നെ സതീർത്ഥ്യൻ എന്ന് പറയുമ്പോൾ അപ്പോൾ അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. കൂട്ടുകാരൻ, ചങ്ങാതി, സതീർത്ഥ്യൻ, വയസ്സൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ പലരും പറഞ്ഞുകൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മൾ മലയാളം ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അയക്കണം കേട്ടോ, മറക്കല്ലേ. അതേപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.